യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 31-ാം വാക്യം. മേലിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീഥേയുള്ളവൻ, ഭൂമിയിൽ നിന്നുള്ളവൻ അവൻ ഭൗമികനാകുന്നു, അവൻ ഭൗമികമായത് സംസാരിക്കുന്നു. എന്നാൽ മേലിൽ നിന്ന് വരുന്നവൻ അവൻ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് നമ്മോട് പ്രസ്താവിക്കുന്നു, നമ്മോട് സുവിശേഷിക്കുന്നു, നമ്മോട് ഉപദേശിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതയാമം നമ്മുടെ ജീവിതത്തിൽ വീണ്ടും കാണുവാൻ കർത്താവ് തന്ന വലിയ ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പെന്തക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ തരുണത്തിൽ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ നേരിടുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഓടുന്നത് ആരെ കൊണ്ടെങ്കിലും ആ പ്രശ്നത്തിനൊരു പരിഹാരം കാണുവാൻ ഒരു റെക്കമെൻഡേഷൻ. ഭരണതലത്തിലും പോലീസ് സ്ഥലങ്ങളിലും ആധികാരികളുടെ കൂട്ടത്തിലും അല്ലെങ്കിൽ രാഷ്ട്രീയ ഇടപെടലുകളിലുമൊക്കെ നാം ഒരു റെക്കമെൻഡേഷൻ ചെയ്ത് ആ പ്രശ്നത്തെ പരിഹരിക്കാൻ നോക്കുന്നു. കാരണം നമ്മേക്കാൾ അവർ ആ പ്രശ്നങ്ങളോട് ഇടപെടാൻ വലിയവരെന്ന് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മനസ്സിൽ ഒരു എണ്ണം, ആ എണ്ണം അവരെ വന്ദിക്കുന്നതിനായി നമ്മെ നിർബന്ധിക്കുന്നു. അവരോട് സഹായത്തിനായി നാം അപേക്ഷിക്കുന്നു. അവർ നമുക്ക് തരുന്ന സഹായങ്ങൾ പലതും താൽക്കാലികമാണെന്ന് പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ പരീശന്മാരും ശാസ്ത്രിമാരും യഹൂദന്മാരുമൊക്കെ കർത്താവിനോട് പല ചോദ്യങ്ങൾ ചോദിച്ചു. നീ അബ്രഹാമിലും വലിയവനാണോ? യാക്കോബിലും വലിയവനാണോ? ശമരിയക്കാരി സ്ത്രീ യേശുവിനോട് ചോദിക്കുകയുണ്ടായി, ഞങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാൾ നീ വലിയവനോ? അങ്ങനെ ആ യഹൂദന്മാരുടെ മനസ്സിൽ ഒരുപാട് ആരാധകരുണ്ടായിരുന്നു. അവർ മോശയെ വലിയവരായി കണ്ടു. അതിനുശേഷം അബ്രഹാമിനെയും ഇസഹാക്കിനെയും യാക്കോബിനെയും അവർ വലിയവരായി കണ്ടു. സ്ത്രീകളുടെ കൂട്ടത്തിൽ സാറായെ വലിയവരായി കണ്ടു. അങ്ങനെ അനേക പ്രവാചകന്മാരെ അവർ വലിയവരായി കണ്ടു. ധനികരിൽ ധനികനായ ശാലോമോനെ ഒരു വലിയ സമ്പന്നനെന്ന് പാടിപ്പുകഴ്ത്തി. ദാവീദിന്റെ പരാക്രമശാലികളെയൊക്കെയും അവർക്ക് വലിയതായി തോന്നി. അവരെ ഭരിച്ച രാജാക്കന്മാർ അവർക്ക് വലുതായിരുന്നു. അവരോട് പ്രവചിച്ചതായ പ്രവാചകന്മാർ അവർക്ക് വലുതായിരുന്നു. ഏലിയാവിനെയും യോനായെയും ഒക്കെ അവർ വലിയവരായി കണ്ടു, ആദരിച്ചു, ബഹുമാനിച്ചു. അങ്ങനെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ ഹൃദയ താല്പര്യങ്ങൾക്കും ഹൃദയത്തിലെ അവരുടെ എണ്ണങ്ങൾക്കും അനുസരിച്ചുള്ളതായ ആശ്രിത സ്ഥാനങ്ങളായി ഈ പ്രമുഖരെയൊക്കെയും അവരുടെ മനസ്സിൽ അവർ ദർശിക്കുകയുണ്ടായി. എന്നാൽ കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ പരീശന്മാരും ശാസ്ത്രിമാരും യഹൂദന്മാരും ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെയും കർത്താവ് തക്കതായ മറുപടി കൊടുത്തതിന് ശേഷം അവൻ തന്നെ തന്നെ വെളിപ്പെടുത്തി കാണിക്കുകയാണ്. ഇതാ ഇവിടെ ശലോമോനിലും വലിയവൻ, ഇവിടെ ഇതാ യോനയിലും വലിയവൻ, ഇവിടെ ഇതാ അബ്രഹാമിലും വലിയവൻ, ഇവിടെ ഇതാ യാക്കോബിലും വലിയവൻ, ഏലിയാവിലും വലിയവൻ ഇവിടെ എന്ന് തന്നെ തന്നെ വെളിപ്പെടുത്തി കാണിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. എന്തുകൊണ്ടാണ് കർത്താവ് തന്നെ തന്നെ വലിയവനായി കാണിച്ചത്? നാം ചിന്തിക്കുന്ന ആ ബഹുമാനങ്ങളും ആദരവും ഒക്കെയും അവരൊക്കെയും ഈ ഭൂമിയിൽ നിന്നുള്ളവരാണ്. ഈ ഭൗമികമായത് മാത്രമാണ് അവർക്ക് സംസാരിക്കാൻ കഴിഞ്ഞത്. ഭൗമികമായ കാര്യങ്ങളെ മാത്രമേ അവർക്ക് വെളിപ്പെടുത്തുവാൻ കഴിഞ്ഞുള്ളൂ. എന്നാൽ മേലിൽ നിന്ന് വരുന്നവൻ ഇവരിലെല്ലാം വലിയവനാകുന്നു. അവൻ കാണുന്നതും കേൾക്കുന്നതും നമ്മോട് പ്രസ്താവിക്കുന്നു, നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നു, നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്നു, നമ്മുടെ സങ്കടങ്ങളെ അറിയുന്നു, നമ്മുടെ വേദനകളെ അറിയുന്നു, നമ്മുടെ ഓരോരോ ചര്യകളെയും അവൻ തിരിച്ചറിയുന്നു. അവന് നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യാൻ കഴിയും. നമ്മുടെ പോക്കും വരവുമെല്ലാം അവൻ ദിവസം തോറും കാണുകയാണ്. അവൻ നിരീക്ഷിച്ചു വരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് നമുക്ക് വേണ്ടി ചെയ്യാവുന്നതുപോലെ വേറൊരു വ്യക്തിക്കും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് കർത്താവ് സ്ഥാപിച്ചു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ സങ്കടങ്ങളും ദുഃഖങ്ങളും അനേക വിധമായിട്ടുള്ള കലക്കങ്ങളും കണ്ണുനീരും ആവശ്യങ്ങളും അസമാധാനങ്ങളും രോഗങ്ങളും വേദനകളും അനേക ബന്ധനാവസ്ഥകളും അനേക സങ്കടം പകരുന്ന ആപരാധികളും നമ്മുടെ ജീവിതത്തിൽ ധാരാളം വരുന്നുണ്ട്. നമ്മുടെ ലൗകിക ജീവിതത്തിൽ നമുക്കൊരു പ്രശ്നമുണ്ടാകുമ്പോൾ പെട്ടെന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഏതെങ്കിലും രാഷ്ട്രീയ ഇടപെടലിൽ
അല്ലെങ്കിൽ ഒരു പോലീസ് ഇടപെടലുകളിൽ, ഒരു ഭരണ കർത്തൃത്വങ്ങളിൽ ചെന്ന് ആശ്രയിച്ചാൽ റെക്കമെൻഡേഷൻ കൊണ്ട് നമുക്കതിനൊരു പരിഹാരമാകും. അങ്ങനെ ധാരാളം നമ്മുടെ ഇടയിൽ ജനങ്ങൾ റെക്കമെൻഡേഷന് വേണ്ടി ഓടുന്നു. കാരണം അവരെ നമ്മൾ കാണുന്നത് നമ്മേക്കാൾ വലിയവൻ, അവർ അധികാരത്തിലിരിക്കുന്നവർ, അവരുടെ അധികാരത്തെക്കുറിച്ച് നമുക്കൊരു ബോധ്യം, നമ്മേക്കാൾ അധികാരമുള്ളവരാണ്, നമ്മളെ ഈ പ്രശ്നത്തിൽ നിന്ന് വിടിവിക്കുവാൻ, താൽക്കാലികമായിട്ടെങ്കിലും നമ്മെ ഒന്ന് വിടിവിക്കുവാൻ സഹായിക്കുവാനും കഴിയുമെന്നൊരു ചിന്ത. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ഈ പ്രഭാതത്തിൽ വെളിപ്പെടുത്തുന്നത് മേലിൽ നിന്ന് വരുന്നവന് മാത്രമേ നമ്മുടെ ഹൃദയത്തിൻ്റെ വേദനയെ തിരിച്ചറിയുവാൻ കഴിയുകയുള്ളൂ. നമ്മളൊരു രാജാവിൻ്റെ അടുത്ത് ചെന്നാൽ, ഒരു പോലീസ് ഓഫീസറുടെ അടുത്ത് ചെന്നാൽ നമ്മുടെ സങ്കടങ്ങളെക്കുറിച്ചെല്ലാം അവരോട് ഉള്ളതും ഇല്ലാത്തതും കള്ളങ്ങളെല്ലാം നമ്മൾ പറയണം. ഉള്ളത് ഇല്ലാത്തതെല്ലാം നമുക്ക് കൂട്ടിച്ചേർത്ത് പറഞ്ഞെങ്കിലേ, ഇല്ലെങ്കിൽ നമ്മുടെ സങ്കടങ്ങളോടൊക്കെ ചേർത്ത് നമ്മൾ പല കള്ളവുങ്ങളും ചേർത്ത് അവരോട് പ്രസ്താവിച്ചെങ്കിൽ മാത്രമേ അതിലൊരു സീരിയസ് ഉണ്ടാകുകയുള്ളൂ. ഒരു ഡോക്ടറോട് സമീപിച്ചാൽ പെട്ടെന്ന് ഡോക്ടറുടെ ഒരു അറ്റൻഷൻ നമുക്ക് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാം? അധികം വേദനയുള്ളതായി ഡോക്ടറോട് നമ്മൾ പറയും. നമ്മുടെ പ്രശ്നങ്ങളെല്ലാം വലുതായി ആ ഡോക്ടർമാരോട് പറയും. എന്നാൽ ഈ കേൾക്കുന്ന ഡോക്ടർമാർക്കറിയാം, രോഗിയുടെ മനോവേദം അവർക്കറിയാം. അവർ ഈ വലുതായിട്ട് പറയുന്നുണ്ടെങ്കിലും സംഗതികളൊക്കെ അത്ര പ്രശ്നമാകത്തില്ല. അതുകൊണ്ട് അവർ പരീക്ഷിച്ചതിന് ശേഷം മാത്രമേ, കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ചികിത്സ കൽപ്പിക്കുകയുള്ളൂ. എന്നാൽ യേശുവിൻ്റെ അടുത്ത് നാം സങ്കടവുമായി ചെല്ലുമ്പോൾ നാം പറയുന്നതിന് മുമ്പ് തന്നെ കർത്താവ് നമ്മുടെ വേദനയെ തിരിച്ചറിഞ്ഞു. അവൻ നമ്മുടെ വേദനയെ വഹിച്ചു. അവനറിയാം നമ്മൾ എന്ത് കഷ്ടത്തിൽ കൂടെയാണ് പോകുന്നത്, നാം എന്ത് പ്രയാസങ്ങളിൽ കൂടെയാണ് പോകുന്നത്. നമ്മുടെ ഭവനത്തിലും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുഞ്ഞുങ്ങളിലും നമ്മുടെ വേണ്ടപ്പെട്ടവരിലുമുള്ളതായ, നമ്മുടെ കുടുംബത്തിലുള്ളതായ, നമ്മുടെ മാതാപിതാക്കളിലുള്ളതായ, ആത്മീക ജീവിതത്തിലുള്ളതായ എല്ലാ കാര്യങ്ങളിലുമേലും കർത്താവ് അത് തൽക്ഷണം കണ്ടുകൊണ്ടിരിക്കുന്നു. ആ കണ്ടുകൊണ്ടിരിക്കുന്നവൻ സംസാരിക്കുന്നതും മാനുഷികമായ രീതിയിൽ നമ്മൾ അങ്ങോട്ട് പറഞ്ഞ് സംസാരിച്ച് നമ്മളിൽ എന്തെങ്കിലും ദയവ് തോന്നിപ്പിക്കുന്നതും തമ്മിൽ ഏറെ വ്യത്യാസമുണ്ട്. എന്നാൽ ദൈവം തന്നിൽ ആശ്രയിക്കുന്നവരെ അവർ ചോദിക്കുന്നതിലും അപേക്ഷിക്കുന്നതിലും അപ്പുറമായി അവരുടെ സ്ഥിതി അറിഞ്ഞ് അവരെ സഹായിക്കുന്നു എന്നുള്ളതാണ് സത്യം. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്നതായ ഒരു ചുമതല, ദൈവത്തിൽ നിന്ന് ഇങ്ങനെയുള്ളതായ ഒരു കരുതലും സൂക്ഷിപ്പും വിടുതലും നമുക്ക് ലഭിക്കണമെങ്കിൽ സർവത്തിനും മേലായി നാം കർത്താവിനെ കാണണം. യഹൂദന്മാർ ശലോമോനെ വളരെ ധനികനായി കണ്ടു, സുന്ദരനായി കണ്ടു, യോഗ്യനായി കണ്ടു. കർത്താവ് പറയുകയാണ്, വയലിലെ താമരയെ നോക്കുക, ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പോലും ഇതിലൊന്നിലോളം ചമഞ്ഞിരുന്നില്ല. അപ്പോൾ യഹൂദന്മാരുടെയും അല്ലെങ്കിൽ പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും ദൃഷ്ടിയിൽ വളരെയധികം സുമുഖനായി രാജ്യത്തെ വാണതായ പ്രമുഖനായ രാജാവ്, ചക്രവർത്തി, ഇങ്ങനെ ശലോമോനെ കുറിച്ച് അവർക്ക് വലിയൊരു സാക്ഷ്യം, വലിയ വലിയ കാര്യങ്ങൾ അവർക്ക് പറയുവാനുണ്ടായിരുന്നു. എന്നാൽ യേശു പറയുകയാണ്, ഇവിടെ ഇതാ ശലോമോനിലും വലിയവൻ. അപ്പോൾ ശലോമോനിലും വലിയവൻ എന്ന് പറയുമ്പോൾ ശലോമോനേക്കാൾ യേശു സുന്ദരനാണ്, ശലോമോനേക്കാൾ യേശു പവിഴ നിറമുള്ളവനാണ്, ശലോമോനേക്കാൾ യേശു ധനികനാണ്. അവൻ്റെ ധനത്തിനും അവൻ്റെ മഹത്വത്തിനും അന്തമില്ലാത്തതായി നമ്മുടെ ജീവിതത്തിൽ കണ്ടെങ്കിൽ മാത്രമേ ആ യേശുവിലുള്ളതായ ആശ്രയം നമ്മുടെ ജീവിതത്തിൽ അടിസ്ഥാനമാകുകയുള്ളൂ. ശമരിയക്കാരി സ്ത്രീ കർത്താവിനോട് ചോദിക്കുകയാണ്, യേശുവിനോട് ചോദിക്കുകയാണ്, ഞങ്ങളുടെ പിതാവായ യാക്കോബ് ഞങ്ങൾക്ക് ഈ കിണറിനെ തന്നു, അവനാണ് ഞങ്ങൾക്ക് ഈ വെള്ളം തന്നത്, നീ അവനേക്കാൾ വലിയവനോ? അപ്പോൾ യേശുവിനെ യാക്കോബിനേക്കാൾ വലിയവനായി നാം കാണുമ്പോൾ മാത്രമാണ് യേശു കൊടുക്കുന്നതായ വെള്ളം കൊണ്ട് നമ്മുടെ ദാഹം ശമിക്കുന്നത്. ഇല്ലായെങ്കിൽ യേശു പറഞ്ഞ കാര്യങ്ങളൊക്കെയും നമ്മുടെ ജീവിതത്തിൽ ഭൗമികമായ കാഴ്ചപ്പാടുകൾ മാത്രമേ കൊണ്ടുവരികയുള്ളൂ. മേലിൽ നിന്ന് വരുന്നവൻ, സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ, അവൻ്റെ ദൃഷ്ടി, അവൻ്റെ കാഴ്ച, അവൻ്റെ വെളിപ്പെടുത്തൽ, അവൻ്റെ വാക്കുകൾ, അവൻ്റെ പ്രബോധനം, അവൻ നമുക്ക് തരുന്ന അനുഗ്രഹങ്ങളൊക്കെയും നമ്മളെ ഹൃദയങ്ങളെ ശോധന ചെയ്തിട്ട് നാം അറിയാതെ നമ്മെ കണ്ടുപിടിച്ചും കൊണ്ട് നമ്മുടെ ദയനീയമായ സ്ഥിതിയെ അവൻ അറിഞ്ഞതിന് ശേഷം അതിന്മേൽ സഹായിപ്പാൻ മനസ്സലിവുള്ള ദൈവമായി നമ്മോട്
അല്ലെങ്കിൽ ദയ കാണിക്കുവാൻ സർവശക്തനായ ദൈവമായി നമ്മുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കെ നമ്മൾ മനുഷ്യരിൽ ആശ്രയിക്കുന്നത് എങ്ങനെ? അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. അവൻ ദൈവത്തെ തിരിച്ചറിഞ്ഞപ്പോൾ ആ ദൈവത്തെക്കുറിച്ചുള്ളതായ മഹത്വം ദാവീദ് ശരിക്കും മനസ്സിലാക്കി. അതിനോട് തത്തുല്യപ്പെടുത്തുവാൻ ഒരു മനുഷ്യനെയും ദാവീദ് കണ്ടില്ല. സർവശക്തനായ ദൈവൻ അവൻ സർവശക്തിയുള്ളവനാണ്. അവന്റെ വാക്കുകളിൽ നിന്ന് സകലതും ഉൽപാദിതമാകുന്നു. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ സകലതും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവനിൽ കൂടെയും അവനാലും അവന്റെ സാന്നിധ്യത്തിലുമാണ് സകലതും സൃഷ്ടിതമായിരിക്കുന്നെന്ന് തിരുവചനം നമ്മോട് വ്യക്തമായി കാണിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ പൈതലേ, ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ചോദിക്കുന്നത്, നീ ക്രിസ്തുവിനെ കാണുന്നത് എങ്ങനെ? വലിയവനോ ചെറിയവനോ? നിന്നേക്കാൾ വലിയവനായിട്ടോ, ഈ ഭൂമിയിലുള്ള സകലരെക്കാൾ വലിയവനായിട്ടോ, സകല അധികാരങ്ങളെക്കാൾ വലിയവനായിട്ടോ അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ മാത്രമേ അവരിൽ നിന്നുള്ളതായ വിടുതൽ നമുക്ക് ലഭിക്കുവാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും മനുഷ്യരോട് തത്തുല്യപ്പെടുന്നതായ പല അനുഭവങ്ങളും നമുക്കൊരു പക്ഷെങ്കിൽ ക്രിസ്തുവിനെ സംബന്ധിച്ച് നമുക്കുണ്ടായേക്കാം. ഇല്ല, ക്രിസ്തു സകലരിലേക്കാളും വലിയവൻ, മേലിൽ നിന്ന് വരുന്നവൻ സകലരിലും ഉന്നതനാണ്. അവന്റെ മഹത്വം വലിയതെന്ന് നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുമ്പോൾ, നാം ഏറ്റെടുക്കുമ്പോൾ, അത് നമ്മുടെ ജീവിതത്തെ ഉന്നതമായ രീതിയിൽ അത് നിയന്ത്രിക്കുന്നു, സൗഖ്യമാക്കുന്നു, വിടുതലുകൾ തരുന്നു. ആ സന്തോഷത്തെയും സമാധാനത്തെയും അനുഭവിപ്പാൻ തക്കവണ്ണം ഉന്നതമായതിലുള്ളതായ ചിന്തയിൽ നമ്മളെ ഈ പ്രഭാതത്തിൽ ദൈവം കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.